സോണി നോ ടിപ്സ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് സോണിയുടെ MSC DX30 എന്ന് പറഞ്ഞ ഒരു പഴയ സിസ്റ്റമാണ്. അതിൻ്റെ കംപ്ലൈൻറ്റ് പുഷ് പവർ പ്രൊട്ടക്റ്റ് എന്നാണ്. അപ്പോൾ നമ്മൾ സാധാരണ പല പ്രശ്നങ്ങളുണ്ട് ഇത് വരാറുണ്ട്. ഇതിൻ്റെ STK പോയി ഇത് കംപ്ലൈൻറ്റ് വരാറുണ്ട്. STK ബോർഡിലുണ്ടാകുന്ന പവർ ആംപ്ലിഫയറുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലൈൻ്റ് ആണ് ഇതിങ്ങനെ വരാറ്. അപ്പോൾ നമ്മളത് സെറ്റ് ഫുള്ള് അഴിച്ച് നോക്കുകയാണ്. ഓഫ് ചെയ്ത് ഓൺ ചെയ്യുമ്പോൾ വീണ്ടും പുഷ് പവർ പ്രൊട്ടക്റ്റ് എന്ന് വരും. ഫങ്ഷനൊന്നും മാറത്തില്ല, അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സെറ്റ് നമ്മൾ അഴിച്ച് അതിൻ്റെ കംപ്ലൈൻറ്റ് എന്നാ നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആംപ്ലിഫയർ ബോർഡ് അഴിച്ചെടുത്തു. STK ഇരിക്കുന്ന ബോർഡ്. അതിനകത്ത് 2 100 ohms റെസിസ്റ്ററും ഒരു 1 ohms റെസിസ്റ്ററും ഫ്യൂസബിൾ ആയിട്ടുണ്ട്. പിന്നെ 4 വലിയ ഫ്യൂസുകളുണ്ട് വൈറ്റ് കളറിലുള്ള. അത് അങ്ങനെ പോകാറില്ല, കുറവാണ്. സാധാരണ ഈ 100 ohms ഹാഫ് വാട്ടാണ് ഇടേണ്ടത്. ഒരെണ്ണം 1 ohms ആണ്, അത് ഇങ്ങേ അറ്റത്ത് കിടക്കുന്നത്. മറ്റേ രണ്ടും നമ്മൾ 100 ohms ആദ്യം നമ്മൾ മാറ്റിയിട്ട് നോക്കുക. ചില സെറ്റുകളിൽ ഒരു പ്രൊട്ടക്ഷനായിട്ട് അത് മാറിപ്പോയിട്ട് വന്നതാണെങ്കിൽ ഈ STK മാറാതെ തന്നെ ഈ സെറ്റിൻ്റെ പുഷ് പവർ പ്രൊട്ടക്റ്റ് മാറി സെറ്റ് വർക്ക് ചെയ്യുന്നതാണ്. ഒരു 50% ചാൻസ് അങ്ങനെയുണ്ട്. ബാക്കി 50% ചാൻസ് STK പോയിട്ട് ഈ റെസിസ്റ്റർ പോകാറുണ്ട്. 100 ohms റെസിസ്റ്ററും 1 ohms ഒക്കെ പോകാറുണ്ട്. ഇതാണ് 100 ohms റെസിസ്റ്റൻസ്, 2 എണ്ണം ഉണ്ട്. അത് ബ്രൗൺ ബ്ലാക്ക് എല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ഈ ബോർഡിലൊക്കെ ഒത്തിരി ഡ്രൈ ഒക്കെ ഉണ്ടാവും. ആ ഡ്രൈ ഫുള്ളായിട്ട് നമ്മളൊന്ന് സോൾഡർ ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. കാരണം വർഷങ്ങൾ 10-20 വർഷം മേളിൽ പഴക്കമുള്ള സാധനമാണല്ലോ. അപ്പോൾ അതിൻ്റേതായ സോൾഡറിങ് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നല്ലപോലെ നോക്കി നല്ലപോലെ ക്ലീൻ ചെയ്ത് ക്ലിയർ ചെയ്തൊക്കെ വേണം സെറ്റ് വിടാൻ, അല്ലെങ്കിൽ വീണ്ടും സെറ്റ് കംപ്ലൈൻറ്റ് വരാം. അപ്പം നമ്മൾ ആ 100 ohms മാറിയിട്ട് നമ്മൾ ആ സെറ്റ് ഒന്നുകൂടെ സെറ്റ് ചെയ്ത് നോക്കുകയാണ്, സെറ്റ് റെഡിയായോ എന്ന്. ശരിക്കും STK പ്രോബ്ലം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതോടുകൂടി പ്രശ്നം തീർന്ന് സെറ്റ് വർക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യണം. ബോർഡെല്ലാം കണക്ട് ചെയ്തു, സൈഡിലത്തെ ബോർഡ് ഇട്ടു. പിന്നെ ട്രാൻസ്ഫോമറിൽ നിന്ന് നേരിട്ട് ഈ STK ഇരിക്കുന്ന ബോർഡിലേക്കാണ് ഇത്.
100 ഓംസ് റെസിസ്റ്റൻസ് മാറി 1 ഓംസ് റെസിസ്റ്റർ മാറി നമ്മൾ ഓൺ ചെയ്തപ്പോൾ വീണ്ടും പുഷ് പവർ പ്രൊട്ടക്റ്റ് പോയിട്ടില്ല. അപ്പോൾ STK-IC കംപ്ലൈൻ്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പം 100 ഓംസ് മാറിയത് വീണ്ടും നമ്മൾ മാറി STK-IC നോക്കി. STK-IC നമുക്ക് സെയിം നമ്പർ തന്നെ നമ്മുടെ സ്റ്റോക്കില്ലായിരുന്നു. വേറെ ഈക്വലൻ്റ് ആയിട്ടൊരു നമ്പർ നമ്മുടെ ഇരിപ്പുണ്ടായിരുന്നു. ചെറിയ വാട്ട്സ് വ്യത്യാസം വരും എന്നുള്ളതുള്ളൂ. ഇത് STK-402 120S അല്ലെങ്കിൽ STK-402 070S. ഇതിൽ രണ്ട് ഏതിട്ടാലും വർക്ക് ചെയ്യും. 070S പകരം ഞാൻ 120S ആണ് ഇട്ടത്. 120S ഇട്ടപ്പോൾ ഇച്ചിരി കൂടെ ഒരു പവർ കൂടും, വാട്ട്സ് ഇച്ചിരി കൂടുതൽ വരും എന്നുള്ളതേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കേൾക്കാൻ കുറച്ചുകൂടെ ഭംഗിയാവും. അപ്പോൾ അതിട്ട് STK മാറി നമ്മൾ ഓൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ STK മാറി സെറ്റ് ഓക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ ഓഡിയോ വന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടുണ്ട്. അപ്പം റെസിസ്റ്റർ മാത്രമല്ല STK-IC പോയ കേസും വരാറുണ്ട്. റെസിസ്റ്റർ മാത്രം ഒത്തിരി എനിക്ക് കിട്ടിയിട്ടുണ്ട്. എങ്കിലും ഈ ICയും കൂടെ മാറേണ്ട കേസും 50-50 ചാൻസാണ്. അപ്പോൾ കഴിവതും IC മാറേണ്ട കേസ് ഉണ്ടോ എന്ന് ആദ്യം ഒരു റെസിസ്റ്റർ മാറിയിട്ട് നോക്കുക. എന്നിട്ടായില്ലെങ്കിൽ IC മാറുക. താങ്ക് യു.